ഇന്ന് ദോഹ മെട്രോനെ പറ്റി പറഞ്ഞു തരാം. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഡ്രൈവർലെസ് ട്രെയിനാണ് ദോഹ മെട്രോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കൂടിയാണ് മെട്രോ ഓടുന്നത്. ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നെക്സ്റ്റ് അതിനും താഴെയുള്ള ഫ്ലോറിലാണ് മെട്രോ ട്രെയിൻ ഓടുന്നത്. ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് കാർഡുണ്ട്. അവിടെ നിന്ന് നമുക്ക് എൻട്രി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ള ഫ്ലോറിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ട്രെയിൻ പാസ് ചെയ്യുന്നത് ഈ ഗ്ലാസ് വാളിൻ്റെ അപ്പുറത്തു കൂടിയാണ്. ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഡോറ് ഓപ്പൺ ആവുകയുള്ളൂ. ഈ ഗ്ലാസ് വാളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കിയാൽ കാണാം ട്രെയിൻ പാസ് ചെയ്യുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ദിവസം 6 റിയാലൊക്കെ വരുള്ളൂ. സ്റ്റാർട്ടിംഗ് പ്രൈസ് ആവട്ടെ 2 റിയാൽ തൊട്ട് തുടങ്ങുന്നുണ്ട്. ഈ ലൈൻസ് കണ്ടോ, ഇത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പാസ് ചെയ്യാനാണ്. ഇതാണ് മെട്രോ മാപ്പ്. ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ മാപ്പ് കൊടുത്തിരിക്കുക. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എവിടേക്കാണോ പോകേണ്ടത് എന്നതനുസരിച്ച് ഏത് ട്രെയിനാണ് കയറേണ്ടതെന്ന് തീരുമാനിക്കുക. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഓരോ സ്റ്റേഷനിലും ആദ്യത്തെ 30 മിനിറ്റ്സ് ഫ്രീ വൈഫൈയും അവൈലബിൾ ആണ്. ദോഹയിലെ ഏകദേശം മേജർ സിറ്റികളെയെല്ലാം തന്നെ കണക്ട് ചെയ്തിട്ട് മെട്രോ ഓടുന്നുണ്ട്. ഏകദേശം 37ഓളം മെട്രോ സ്റ്റേഷൻസ് ഉണ്ട്. സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ഫ്രീ സർവീസ് ബസ്സുകളും മെട്രോയ്ക്കുണ്ട്. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് പോലും മെട്രോ ട്രെയിനിൻ്റെ ഉൾവശം ഒന്ന് കാണുക തന്നെ വേണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഓരോന്നും. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ഈ മെട്രോ ട്രെയിനിൻ്റെ സ്പീഡ് ഏകദേശം 100 km/h ഒക്കെ വരുന്നുണ്ട്. ഇതിനിടയിലേക്ക് ഏകദേശം 40 മീറ്ററോളം ആഴത്തിലാണ് മെട്രോ ട്രെയിനിൻ്റെ പാതകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊങ്കൺ റെയിൽവേയുടെ തുരങ്കത്തിലൂടെ പോകുമ്പോഴുള്ള ഒരു യാത്രാ അനുഭവമാണ് മെട്രോയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് പോർഷനിലിരുന്നാൽ നമുക്ക് കിട്ടുക. ട്രെയിൻ നെക്സ്റ്റ് സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ ഗ്ലാസ് വാളുകളാണ് ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്